നാണമുണ്ടോ? ഒരാള് പറയാ മാറിപ്പോവാനായിട്ട്, എന്നിട്ട് പോവാൻ വയ്യേ? കഷ്ടോടാ. ആ കുറച്ച് ഫിസിക്കൽ ആവാമെങ്കിൽ ഉണ്ടല്ലോ അനുമോളെ, ഞാൻ ഇവനെ ചവിട്ടി എടുത്ത് കളഞ്ഞാനായിരുന്നു സത്യം. നമ്മുടെ സാബുമൻ തന്നെയാണോ ഇത്? മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടല്ലേ. കഴിഞ്ഞ ദിവസം തൊട്ട് സാബുമൻ ഗെയിമിലേക്ക് കുറച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇനി അധികം ദിവസങ്ങളില്ല. എന്നിരുന്നാൽ പോലും സാബുവില് നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. ലൈവ് കണ്ടവർക്കറിയാം, ഇന്നലത്തെ ദിവസവും ഇതുപോലെ തന്നെ നെവിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആ കയറൊക്കെ പിടഞ്ഞ് ആ കിച്ചണിൽ കിടക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് സാബു പറയുന്നുണ്ട്, ഞാൻ ഇടിക്കിട്ടോ, ശരിക്കും ഇടിക്കിട്ടോ എന്ന് അവിടെ സാബു പറയുന്നുണ്ടായിരുന്നു നെവിന്റെ അടുത്ത്. ഇന്നിപ്പോ അനുമോളുടെ അടുത്ത് വന്ന് നെവി ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അനുമോളും നെവിനും തമ്മിൽ ഉഗ്രം വഴക്കൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ പ്രമോ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രമോയിനുള്ളിൽ പറയുന്നുണ്ട്, മോഡേൺ കുലസ്ത്രീ എന്ന് ഇനി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ അമ്മൂമ്മനെ ഞാൻ വിളിക്കും എന്ന് പറയുന്നുണ്ട് അനുമോള്. ഇതെന്നെ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പൊ വീണ്ടും 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 നെവിൻ കുലസ്ത്രീ കുലസ്ത്രീ എന്ന് വിളിച്ചുകൊണ്ട് അനുവിന്റെ പുറകെ ചെല്ലാണ്. നിന്റെ അമ്മൂമ്മനെ പോയി വിളി എന്ന് അവിടെ അനുമോള് പറയുന്നുണ്ട്. ഇപ്പോ വീട്ടിലുള്ളവരെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് അനു ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റൊന്ന് വശം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നെവിൻ വീണ്ടും വീണ്ടും ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത വേർഡ് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരാൾ ഇറിറ്റേറ്റഡ് ആവും. ഇറിറ്റേറ്റഡ് ആവുമ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയും. അതിനിപ്പോ ഒന്നും പറയാനായിട്ട് നിർത്തിയില്ല. അവിടെ അനുമോള് പറയുന്നുണ്ട്, ലാലേട്ടൻ വന്നാൽ ഇവിടെ നിന്ന് പുറത്താക്കിയാലും സാരില്ല, ഞാൻ വിളിക്കും എന്ന് അനുമോള് പറയുന്നുണ്ട്. അതിൽ കയറി പിടിച്ച് ബാക്കി എല്ലാവരും കൂടി അനുമോളുടെ മെക്കെട്ട് കയറുന്നുണ്ട്. അനുമോൾ ആ പറയുന്നത് ശരിയല്ല, ലാലേട്ടൻ പറഞ്ഞാലും അനുസരിക്കില്ല, വീട്ടിലുള്ളവർ വിളിക്കുമെന്നൊക്കെ അനുമോൾ പറയുന്നത് ശരിയല്ല, അങ്ങനെ പറയരുത് എന്ന് പറയുന്നുണ്ട്. അവരെന്തുകൊണ്ട് നെവിനെ വിളക്കുന്നില്ല, നെവിനെ അങ്ങനെ വിളിക്കരുത് എന്ന് എന്തുകൊണ്ട് നെവിനെ വിളിക്കുന്നില്ല? അവരെ നെവിന്റെ അടുത്ത് പറഞ്ഞുകൂടെ, അവർക്ക് വിളിക്കരുത് വിളിക്കരുത് എന്നൊരു കാര്യം നെവിന്റെ അടുത്ത് പറഞ്ഞുകൂടെ? അത് പറയുന്നില്ല. കുലസ്ത്രീ എന്നുള്ള വേർഡ് മോശമായിടൊന്നല്ല, അതിപ്പോ ഇത്ര കാര്യമാക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ ആ പേര് വിളിക്കുന്നത് ഇഷ്ടമല്ല, ഇറിറ്റേറ്റഡ് ആവും എന്നുണ്ടെങ്കിൽ വിളിക്കാതിരിക്കാം. പിന്നെ അയാൾ ഇറിറ്റേറ്റ് ചെയ്തേ പറ്റൂ, ദേഷ്യപ്പെടുത്തിയേ പറ്റൂ എന്ന് വിചാരിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ അയാൾ പിന്നെ തിരിച്ചെന്ത് വിളിച്ചാലും കേൾക്കാനുള്ള ബാധ്യസ്ഥനാണെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ. ഇപ്പൊ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തൊന്നും ആരും പറഞ്ഞു വരണ്ട. കാരണം ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും എന്നെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഒരാളെ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ വായിൽ വന്ന് ഞാനും തിരിച്ചു പറയും. ഇപ്പോ അവിടെ അറിയുന്ന എല്ലാവരും, അവിടെയുള്ള എല്ലാവർക്കും തെറി വാക്കുകളും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷെ ഈ ഒരു ഷോയില് അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് മാന്യമായി സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് പലരും അവിടെ കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്നത്. പുറത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുമേക്ക് അവസാനിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പച്ച തെറിയും ചിലപ്പോൾ അടിയിലൊക്കെ ആയിരിക്കും ഇത് കലാശിക്കുക. പക്ഷേ ഇവിടെ നെവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അനുമോളെ വെറുതെ ചൊറിഞ്ഞുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് തോന്നുന്നു നെവിൻ. അവിടെ നെവിൻ നോമിനേഷനിലുണ്ട്. അപ്പൊ അനുമോളെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് കിട്ടുന്നുള്ളത് അറിയാം. ബാക്കി ആരെ ചൊറിഞ്ഞാലും ഇത്രയും കണ്ടന്റ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അനുമോൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇങ്ങനെ തിരിച്ചിങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. എന്തിനേറെ പറയുന്നു, അവിടെ അണ്ടർവെയർ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടക്കം നെവിന്റെ അടുത്ത് കയറി ചൊറിയുന്ന, അവിടെ കിച്ചണിൽ നിന്നിട്ട് ചൊറിയുന്നുണ്ടായിരുന്ന അനുമോള്. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് നെവിൻ. അല്ലറ ചിലർ ഇടയിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നെവിൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ചില കാര്യങ്ങൾ പറയുന്നു പറഞ്ഞപ്പോൾ അനുമോള് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് വിലക്കുന്നുണ്ട്. എന്തോ സീക്രട്ട് ആണെന്ന് തോന്നുന്നു. അവിടെ നെവിൻ അത് പറയുന്നുമില്ല. പക്ഷേ നെവിനെ കളിയാക്കുന്നുണ്ട്. പിറന്ന കുട്ടീനെ പോലെ കിടന്നുറങ്ങാൻ നിന്നെ ദിവസം വന്ന് പുതപ്പിക്കലാണ് എന്റെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് കളിയാക്കുന്നുണ്ട്. അപ്പോ ഇവിടെ വീട്ടിലുള്ള എല്ലാവരും ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിനും അനുമോളും ഒരു ടോം ആൻഡ് ജെറി കോംബോ പിടിക്കുകയാണെന്നാണ് ഇപ്പൊ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത്. ഇപ്പോ ഈ ഒരു വഴക്കിന്റെ ഇടയിൽ ഇത്രയൊക്കെ വഴക്ക് കഴിഞ്ഞിട്ടും അനുമോൾ ആ സോഫയിൽ കയറി കിടക്കുമ്പോൾ അവിടെ വന്നിട്ട് വീണ്ടും നെവിൻ വന്ന് കിടക്കാണ്. അപ്പൊ അനുമോൾക്ക് ഇഷ്ടമല്ല അടുത്ത് വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ ക്യാപ്റ്റനെ വിളിക്കുകയാണ്, സാബുവിനെ വിളിക്കുകയാണ്. ഇവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്താണ് സാബു വന്നിട്ട് ഈ സംസാരിക്കുന്നത്. നെവിനെ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അയാളുടെ അടുത്ത് വന്ന് കിടക്കരുത്, എഴുന്നേറ്റ് പോകുന്നു പറയുന്നത്. അപ്പോഴാണ് സാബുമൻ ഈ ഡയലോഗ് പറയുന്നത്, അവിടെ എനിക്ക് കായികപരമായി നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നല്ലത് കൊടുത്തേനെ എന്നുള്ളൊരു കാര്യം അവിടെ സാബു പറയുന്നത് അപ്പോഴാണ്. പക്ഷെ ആ സമയത്ത് നൂറയും ഷാനവാസും ഒക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറും ഇവർ അഭിനയിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നൂറ പുറത്ത് പോയിരുന്നിട്ട് പറയുന്നുണ്ട്. അനുമോൾ തന്നെ നൂറയുടെ അടുത്ത് പറഞ്ഞു, അത്ര നെവിൻ ഒരു ടോം ആൻഡ് ജെറി കോംബോ പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നൊരു കാര്യം അനുമോൾ തന്നെ നൂറയുടെ അടുത്ത് പറഞ്ഞു എന്നാണ് നൂറ അവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ ഇവരവിടെ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ വെറും അഭിനയമാണെന്നാണ് നൂറ അവിടെ ഇരുന്ന് പറയുന്നത്. സംഭവം ചിലപ്പോൾ ശരിയായിരിക്കട്ടെ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നെവിൻ കുറച്ച് കണ്ടന്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അനുമോളുടെ അടുത്ത് വരുന്നു, അനുമോൾ അതിനനുസരിച്ച് നിന്ന് കൊടുക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അവർ തമ്മിൽ ഇന്നത്തെയും ഒക്കെ സീൻസ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നെവിൻ അനുമോളെ വെറുതെ ചൊറിഞ്ഞുകൊണ്ട് നടക്കലാണ് നെവിന്റെ പണി. പക്ഷേ കുറെ കാണുന്ന സമയത്ത് നമുക്കും ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ നെവിൻ എന്തിന്റെ കേടാണ് എന്നൊരു തോന്നൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനുമോളുടെ ഫാൻസും അനുമോളെ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ നെവിന്റെ അടുത്ത് ഇഷ്ടക്കേടുള്ളവർക്കൊക്കെ നല്ലതായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഈ നെവിന്റെ ഈ ഒരു ക്യാരക്ടറും ഉണ്ട്.
നെവിൻ എന്തിനാണ് ഇത്രയും സീൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു നെവിൻ. അവിടെ അനുമോളെ ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വീക്കിൽ പിടിച്ച് നിൽക്കണമല്ലോ. ഈ വീക്കിൽ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്. എന്തായാലും ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് വെറും 6 പേരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഈ 6 പേരിൽ ആര് പുറത്തു പോകും എന്നുള്ളത് ഇത്തിരി കൺഫ്യൂഷനുള്ള കാര്യം തന്നെയാണ്. ഇവിടെ അക്ബറിനെ നമ്മൾ പോളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അക്ബറിനെ വളരെയധികം വോട്ട് കുറവാണ്. ഇപ്പൊ അക്ബറിന്റെ ഫാൻസ് ഉണ്ട്, അക്ബർ നന്നായിട്ട് ഗെയിം കളിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മളൊരു പോൾ ഇട്ട് കഴിഞ്ഞാൽ അക്ബറിന് വളരെയധികം നെവിനേക്കാളും വോട്ട് കുറവാണ് അക്ബറിന് നിൽക്കുന്നത്. അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അക്ബർ, നെവിൻ, ലക്ഷ്മി ഇവരൊക്കെ ഡേഞ്ചർ സോണിലാണെന്ന് പറയേണ്ടി വരും. ഇവരൊക്കെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന മത്സരാർത്ഥികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീക്ക് ആര് പുറത്തു പോകും എന്നുള്ളത് വമ്പൻ ടിസ്റ്റ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആയിരിക്കും ചിലപ്പോൾ ഈ വീക്ക് പുറത്തു പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ബാക്കി 4 പേര് സേഫ് ആണല്ലോ, വെറും 6 പേരാണല്ലോ നോമിനേഷനിൽ വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ചെറിയ ചെറിയ കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഓരോ മത്സരാർത്ഥികളും. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ അവരുടെ ഗെയിമിൽ പോലും അവർ നന്നായിട്ട് ഗെയിം കളിക്കാനും അതുപോലെ തന്നെ ഇപ്പൊ അനുമോളോട് സാരി എടുത്തിട്ട് ഗെയിം കളിക്കാൻ വന്ന സമയത്ത് അതിനെ കളിയാക്കാനും പുറത്തുള്ളവർ അത് ഇതാക്കി പറയാനും, പക്ഷേ നെക്സ്റ്റ് റൗണ്ട് വന്ന സമയത്ത് സാരി എടുത്തിട്ട് പോലും അതിൽ പോയിന്റ് നേടാനും ഒക്കെ അനുമോള് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടില് ഇപ്പൊ ഇനി വരുന്ന 4 ആഴ്ച എന്ന് പറയുന്നത് ചെറിയ ചെറിയ എന്ത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും അതുപോലും ഗംഭീര കണ്ടന്റ് ആണ്. ഇപ്പൊ അനുമോള് സാരി എടുത്തിട്ട് ഗെയിം കളിക്കാനായിട്ട് വന്നു, എന്ത് മോശം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അതും ഒരു കണ്ടന്റ് ആണ്. സാരി എടുത്തിട്ട് അനുമോള് പിന്നെ നല്ല പോയിന്റ് എടുത്തപ്പോൾ സാരി എടുത്താലും ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര് വന്നു. അപ്പൊ അതും ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ ഒരു ചെറിയ ചെറിയ മൈന്യൂട്ട് വിഷയങ്ങൾ പോലും അവിടെ ഊതിപ്പെരിപ്പിച്ച് വലിയ വലിയ വിഷയങ്ങളാക്കാനും കണ്ടന്റ് ആക്കാനും മത്സരാർത്ഥികൾ ശ്രമിക്കും, പുറത്തുള്ളവരും ശ്രമിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെവിനും അനുമോളുടെ പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടോം ആൻഡ് ജെറി കോംബോ പിടിക്കാനുള്ള ശ്രമമായിരിക്കാം അവിടെ നടത്തിക്കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കുറച്ച് പേർക്ക് അത് കുഴപ്പമില്ല, നല്ല രസമുണ്ടെന്ന് തോന്നും. പക്ഷെ കൂടുതൽ പേർക്കും നെവിന്റെ അടുത്ത് എന്തിനാ നെവിൻ ഇങ്ങനെ ചൊറിയുന്നത്, ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട് എന്നാണ് കൂടുതൽ പേര് ഇപ്പൊ നെവിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുഡടി മാത്രമല്ലാതെ അവിടെ ഗെയിം എന്തെങ്കിലും കളിക്കുക, വെറുതെ അനുമോളെ ചൊറിഞ്ഞുകൊണ്ട് മാത്രം കണ്ടന്റ് ഉണ്ടാക്കാതെ മറ്റെന്തെങ്കിലും ഗെയിം കളിക്കുക എന്ന് നെവിന്റെ അടുത്ത് പറയുന്നവരും ഉണ്ട്. ഞാൻ നെവിനിപ്പോൾ ഫുഡ് അടി കുറച്ചു, ഞാനിപ്പോൾ തടി കുറയ്ക്കാനുള്ള ശ്രമമാണെന്നൊക്കെയാണ് പറച്ചില്. കാരണം ആ വീട്ടില് നെവിന്റെ അടുത്ത് കിച്ചണിൽ നിന്നല്ല അനുമോള് പറയുന്നുണ്ട് കൊച്ചിന്റെ 28 വേണമെങ്കിൽ ഇവിടെ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് നെവിനെ കളിയാക്കുന്നുണ്ട്. ഞാൻ ആ വീട്ടിൽ വന്നിട്ട് ഏറ്റവും തടി വെച്ചിട്ടുള്ള ഒരു വ്യക്തി നെവിനാണ്. നെവിന്റെ വയറൊക്കെ ചാടി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കളിയാക്കുന്നുണ്ട്. അപ്പൊ നെവിന്റെ 28 അടക്കം ഇവിടെ വേണമെങ്കിൽ നടത്തിയിട്ട് പോവാന്നിട്ട് കളിയാക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ന് കിച്ചണിൽ നിൽക്കുന്ന സമയത്തും അനുമോള് കളിയാക്കുന്നുണ്ട്. അവിടെ രാത്രിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടികൾ അന്തി കിടന്നുറങ്ങുന്ന ശീലമൊക്കെ ഉണ്ടെന്ന് നിനക്കെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനോ വേണ്ടിയിട്ട് അനുമോളിന്റെ അടുത്ത് വന്നുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് നെവിൻ. ആ കണ്ടന്റുകൾ നെവിനെ അവിടെ രക്ഷപ്പെടാൻ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ളത് വീക്കെൻഡ് വരുന്ന സമയത്ത് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ.